ഒരു കഥ ഞാൻ പറയാം. ഒരു ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ കുടുംബം. ആ കുടുംബം വളരെയധികം ദാരിദ്ര്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ ഒരമ്മയും ഒരു മകനും ആണ് താമസിച്ചിരുന്നത്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ അവരിവിടെ ആകെ കൂടെ അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് കർത്താവിലുള്ള വലിയ വിശ്വാസമായിരുന്നു. അപ്പം സ്ഥിരമായിട്ട് അവർക്ക് ഭക്ഷണത്തിനും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും അവർ ബുദ്ധിമുട്ടിയിരുന്നു. ഒരു ദിവസം ഈ കഷ്ടപ്പാടുകളുടെ ഒക്കെ ഇടയിൽ ആ മകൻ ആ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം ദാരിദ്ര്യം വന്നത്? ഫുഡ് പോലും കഴിക്കാനുള്ള ഒരു നിവൃത്തി നമുക്കില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവം നേരം കേൾക്കുന്നില്ലേ എന്ന് ആ കൊച്ചു ചോദിച്ചു. അപ്പം അമ്മ സ്നേഹത്തോടെ ആ കൊച്ചിനെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ദൈവം നമ്മെ മറന്നുപോയിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒക്കെ ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിയായ സമയത്ത് അവൻ പ്രവർത്തിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തരും എന്ന് പറഞ്ഞു. എന്നാലും ആ കുഞ്ഞിനത് വിശ്വാസം പൂർണ്ണമായിട്ടും വിശ്വാസമായിട്ടില്ലായിരുന്നു. അടുത്ത ദിവസം രാത്രിയിൽ ആഹാരം പോലും കിട്ടാതെ നിവൃത്തിയില്ലാതെ ആ കുഞ്ഞ് വിശന്ന് തളർന്ന് കിടന്നുറങ്ങി. ആ മകൻ്റെ വിശപ്പ് കണ്ട് ആ രാത്രി മുഴുവനും ആ അമ്മ മുട്ടുകുത്തി നിന്ന് ഈശോയുടെ രൂപത്തെ നോക്കി പ്രാർത്ഥിച്ചു. ഈശോയെ, എൻ്റെ കുഞ്ഞ് ഇനിയും വിശന്ന് കിടന്നുറങ്ങുവാനായിട്ട് ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഉണരുന്നത് തന്നെ വീടിൻ്റെ കഥയിൽ ആരോ തട്ടുന്നത് കേട്ടാം. അപ്പോൾ അവർ ഇറങ്ങി നോക്കിയപ്പോൾ ഒരാളൊരു ഭക്ഷണപ്പൊതിയായിട്ട് നിൽക്കുന്നു. അയാൾ പറഞ്ഞു, ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വീട്ടിൽ പട്ടിണിയാണ് ഇന്നത്തെ തലേദിവസത്തെ രാത്രി, അതുകൊണ്ട് ഈ വീട്ടിലേക്ക് ഫുഡ് എത്തിക്കണമെന്ന് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞു. ആ അമ്മ അപ്പോൾ ആ മകനോട് പറഞ്ഞു, കണ്ടില്ലേ, അമ്മ പറഞ്ഞ എത്രയോ ശരിയാണ്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും.